സൗത്ത് ഇന്ത്യ മുഴുവൻ ആരാധകർ ഉണ്ടായിരുന്ന മലയാളികൾക്കെന്നും പ്രിയ നടിയുമായ ശ്രീവിദ്യയെക്കുറിച്ച് ചില പുതിയ വെളിപ്പെടുത്തലുകളുമായി സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് രംഗത്തെത്തിയിരിക്കുന്നു. തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ കണ്ടതും കേട്ടതും എന്ന സിനിമയിലെ അണിയറ കഥകൾ പറയുന്ന വീഡിയോയിലൂടെയാണ് താരത്തിൻ്റെ ഈ തുറന്നു പറച്ചിൽ. സിനിമയിൽ വലിയ ഗ്യാപ്പുണ്ടായിരുന്ന ഒരു സമയത്ത് തൻ്റെ ഒരു സുഹൃത്ത് തൻ്റെ വീട്ടിൽ വരികയും ഒരു സീരിയൽ നിർമ്മിക്കുന്ന കാര്യം സംസാരിക്കുകയും ചെയ്തു. കേരളത്തിലെ വലിയൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനായ തൻ്റെ സുഹൃത്ത് സീരിയൽ നിർമ്മിക്കാൻ തയ്യാറാണെന്നും നടി ശ്രീവിദ്യ അടക്കമുള്ളവർ ആയിരിക്കണം അഭിനയ നിരയിൽ ഉണ്ടാവേണ്ടത് എന്നും പറഞ്ഞു. അങ്ങനെ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിനു വേണ്ടി സീരിയൽ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ആലപ്പി അഷ്റഫ് തുടങ്ങി. നടി ശ്രീവിദ്യയെ വിളിച്ച് ബുക്ക് ചെയ്തു. കഥയെഴുത്തും കാര്യങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ കൂടുതൽ സാമ്പത്തികം ആവശ്യമാണെന്ന് പറഞ്ഞു ആ സുഹൃത്തിനെ ആലപ്പി അഷ്റഫ് വിളിച്ചു. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞ കാര്യം കേട്ട് ആലപ്പി അഷ്റഫ് ഞെട്ടി എന്നാണ് വീഡിയോയിലൂടെ പറയുന്നത്. നിർമ്മാതാവായ തൻ്റെ സുഹൃത്തിന് ശ്രീവിദ്യയോട് വലിയ ഇഷ്ടമാണെന്നും അതുകൊണ്ട് തന്നെ മറ്റു ചില താല്പര്യങ്ങൾ എന്നും അതുകൊണ്ട് മാത്രമാണ് അയാൾ സീരിയൽ നിർമ്മിക്കാൻ തയ്യാറായത് എന്നും ആലപ്പി അഷ്റഫിനോട് തുറന്നു പറഞ്ഞു. ഇത് കേട്ട ആലപ്പി അഷ്റഫ് തൻ്റെ പേരിൻ്റെ കൂടെ മാമ എന്ന രണ്ടക്ഷരം ചേർക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആ പ്രൊജക്റ്റിൽ നിന്നും പിന്മാറി. ഇങ്ങനെയാണ് ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ട ഒരു കഥ ആലപ്പി അഷ്റഫ് വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ധാർമ്മികത, മൂല്യങ്ങൾ എല്ലാം മുറുക്കെ പിടിച്ചു നിൽക്കണം എന്ന് തന്നോട് പറഞ്ഞ തൻ്റെ പ്രിയ ഗുരുനാഥൻ പ്രേം നസീറിൻ്റെ വാക്കുകളാണ് താനപ്പോൾ ഓർത്തത് എന്നും ആലപ്പി അഷ്റഫ് വിശദീകരിച്ചു. പ്രേം നസീറിനെ നായകനാക്കി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് ആലപ്പി അഷ്റഫ്. എന്നാൽ പിന്നീടും ഈ സുഹൃത്തുമായും ഈ രാഷ്ട്രീയക്കാരൻ്റെ മകനുമായും ബന്ധപ്പെട്ട് രസകരമായ സംഭവമുണ്ടായി എന്നും ആലപ്പി അഷ്റഫ് വീഡിയോയിൽ ഓർത്തു പറയുന്നുണ്ട്. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അന്ന് നിർമ്മാതാവായി വന്ന ആളുടെ പിതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ മുഖ്യമന്ത്രി കുടുംബത്തോടെ നിൽക്കുന്ന ഫോട്ടോ വന്നു. ആ പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ സൈഡിലായി ഈ നിർമ്മാതാവായിരുന്ന മകനും ഉണ്ടായിരുന്നു.